ബാക്ക് മൈ വിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മുടെ ഒള്ളൂർ ഭാഗത്താണ് നിൽക്കുന്നത്. കറൻലി ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിമ്മിണി ഡാമിലാണ് പോകുന്നത്. 2-3 സ്ഥലവും നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്, അൺപ്ലാൻഡ് ആയിട്ട് ഒരു ട്രിപ്പാണ്. രാവിലെ എഴിക്കുന്നു, പല്ല് തേക്കുന്നു, നേരെ എഴിച്ച് സ്ഥലത്തോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഒരു 35 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ട്. ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻലി ഇപ്പോൾ ഒരു കൂൾ കണ്ടീഷനിലാണ്, കൂൾ വെതർ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെ 2-3 എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ പിന്നാലെ വരുന്നുണ്ട്. ഒരു ഡ്യൂക്ക് 250, ഒരു ഡ്യൂക്ക് 200, ഒരു എക്സ്പൾസ്, പിന്നെ GS. ഇത് 4ആണ് ഇന്നത്തെ റൈഡിൽ നമുക്ക് കൂടെ ഉള്ളത്. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളിൽ ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവർ പള്ളിയിലോട്ട് പോകുന്നുണ്ട്, ഒരുപാട് പേര് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇത് കാണുന്നുണ്ട്. ഒങ്ങൊറ്റ ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. ഏത് മലയാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ചിമ്മിണി ഡാമിൻ്റെ സൈഡിലോട്ടുള്ള ഒരു മലയായിരിക്കണം. ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇന്ന് നമുക്ക് ഈ റോഡ് ഓടിക്കേണ്ടത്. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം, ഒരുപാട് വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല കറൻലി. ഇനി ചേഞ്ച് ആവാനായിട്ട് സാധ്യത കൂടുതലുണ്ട്, എന്നാലും ഇപ്പോൾ വലിയ വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടേക്ക് എത്തുമ്പോൾ നല്ല കിടിലം ആറ്റംപുറം ഫീൽ കിട്ടുന്നുണ്ട്. യെസ്, വണ്ടി ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഈ റോഡിൽ ഒരു പ്രത്യേക ഫണ്ണെന്ന് പറയാം. ഒരുപാട് പമ്പുണ്ട് കേട്ടോ. ഈ ചെറിയ വഴിയാണെങ്കിലും വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പമ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂരിൽ നിന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചിമ്മിണി ഡാമിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന വഴി അതാണ്. റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാനാണെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ കല്ലൂർ അതെ, പിള്ളേരൊക്കെ പുറകെ വരുന്നുണ്ട്. പോയിന്റിലോട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ആണ് ഇന്ന് ചിമ്മിണി ഡാം ഉള്ളത്. നമുക്കിന്ന് ഒരു പശുവാണെന്ന് തോന്നുന്നു, പശു നിൽപ്പുണ്ട്. ഈ ഒരു റൂട്ടിൻ്റെ ഒരു ഭംഗി നൈസായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ചിമ്മിണി ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒരു ആനയുടെ പടം വെച്ചിട്ട് ഇവിടെ 9 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷെ 9 കിലോമീറ്ററിന് മേളിലുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ 11 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് പഴയ ബോർഡ് എന്തെങ്കിലും ആയിരിക്കാം, മേ ബി. വിഷയം റോഡ് ഒരു രക്ഷയില്ല. ടേണിങ്ങൊക്കെ അടിച്ച് കറക്കാം. നല്ലൊരു ഫ്രീ റോഡ് കേട്ടോ. ഭയങ്കര ബഹളം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആർക്കും അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. ചിമ്മിണി ഡാം ഉണ്ടെന്നറിയാം, പക്ഷെ ആരും അങ്ങനെ ഇവിടെ വരത്തില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തോട്ട് കുറവാണെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. ഇനി അവിടെ പോകുമ്പോൾ അറിയാം. മിക്കവാറും ഒരു ഒരു സമരത്തിനുള്ള ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ആനയുടെ
ആന ക്രോസ് ചെയ്ത് പോകാനായിട്ട് സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആന ഈ ഭാഗത്തോട്ട് ഇറങ്ങുമോ എന്ന്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ആന ഇറങ്ങുന്ന ആ ഒരു ഫീല് കിട്ടുന്നില്ല. ആന ഇവിടെ വരും എന്നുള്ള ഒരു ഫീല് തരുന്നില്ല. സാധാരണ നമ്മൾ ഇതുപോലത്തെ റോഡിൽ കയറി കഴിഞ്ഞാൽ ആന വരും എന്നുള്ളൊരു ഫീല് കിട്ടും. പക്ഷെ ഈ ഒരു റോഡിൽ കയറിയപ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല. അത് വീണ്ടും ആന വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ എനിക്ക് വന്ന് മസിനഗുഡി പോയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു ആനയെ കണ്ടത്. അത് ഒരു കാട്ടിനകത്തായിരുന്നു. ഇതുവരെ ചാണകം. ഈ റോഡ് ഫുള്ള് ചാണകമാണ് കേട്ടോ. ഒരെണ്ണം പാൻറ്റി തെറിച്ചായിരുന്നു നേരത്തെ. എൻ്റെ മോനെ സീന്. ഫോഗടിച്ച് കിടക്കുന്നു ഗൈസ്. ഇവിടെ ഫുള്ള് ചാണകമാണ്. നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പായി, ടയർ സ്ലിപ്പായി വീഴാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെന്താണിത്? ഫുള്ള് ചാണകമാണല്ലോ. ചാണകം തെറിക്കും, അതാണ് വിഷയം. നമ്മുടെ ദേഹത്ത് തെറിക്കുമ്പോൾ ഉള്ളൊരു സീനാണ്. പിന്നെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി അങ്ങ് പോകും. അതൊരു വേറൊരു സീനാണ്. യെസ്, ഫൈനലി കോണോസ് ഇതിൻ്റെ മോർണിംഗ്. റബ്ബർ കൃഷി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻഫുണ്ട് ഇവിടെ. റോഡ് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ. ഫണ്ണാണ്, ഫൺ. ഫൈനലി വി ആർ ഇൻ ചിമ്മിനി ഡാം. ടിക്കറ്റ് എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കണം. സാറിന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. എന്തോ അറിയാൻ പാടില്ല. കാർഡ് എടുക്കാൻ ചോദിച്ചു നോക്ക്. എന്നാ കാർഡുണ്ട്. ലിക്വിഡ് എടുക്കോ? കാർഡുണ്ടോ? ആരുടെയും ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കും. ഇല്ല, ക്യാഷ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കാണാൻ സാധ്യത കുറവാണ്. ഒരാൾക്ക് എത്രയാ നോക്കി? ഇല്ലടോ. എന്നാ 40 രൂപ ഉണ്ട്, 2 പേർക്ക് കയറാം. 40 രൂപ ഉണ്ട്. അപ്പം ഒരാൾക്ക് 70. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിച്ചു നോക്ക് ഗൂഗിൾ പേയില്. അങ്ങനെ ചെയ്യാം ഗൂഗിൾ പേയില് അയച്ചു കൊടുത്തിട്ട്. യെസ്, ഫൈനലി അപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇത് പാർക്കിംഗ് ഏരിയയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിംഗ് ഏരിയയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോഴത്തേങ്കിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരുപാട് പശുക്കൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ കാര്യങ്ങളൊന്നും ഇവിടെ വർക്കാവത്തില്ല. കാര്യം വേറെ ഒന്നുമല്ല, റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്. ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എൻട്രൻസ് ഉള്ളൂ.
പിന്നെ കയ്യിൽ തരുന്ന ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണം. കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയുടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പാടുന്ന അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറാൻ, ഇതാണ് എൻട്രൻസ്. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും. ഓക്കെ. ചിമ്മിണി ഡാമിൽ നിന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെന്താണ്, കപ്പിൾസിനും പറ്റിയതാണ്. പിന്നെ റൈഡായിട്ട് വന്നിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാനായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഡാം ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. വേറെ അങ്ങനെ വലുതായിട്ട് ഒരു ഭയങ്കര എക്സ്പെക്ടേഷനിൽ പറഞ്ഞവർക്ക് മീൻസ് ഇത് നിരാശപ്പെടുത്തും. എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്ഥലം കണ്ടിട്ട് പോകുന്ന ആ ഒരു ഫീല് കിട്ടും. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ലിക്വിഡ് മണി കയ്യിൽ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് മെയിൻ സംഭവം. പിന്നെ ഇവിടെ ഒരുപാട് പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, അതും നോക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ചിമ്മിനി ഡാമിലെ വിശേഷങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് മുട്ട. നിങ്ങൾ കണ്ടതൊക്കെയാണ് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് കൂടുതലും നമ്മളവിടെ ചെയ്തതും ചായ കുടിക്കുന്നതും. പിന്നെ അവിടെ അത്യാവശ്യം ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടി മഴ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു മൂടായേനെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു കപ്പിൾസിനും ഫാമിലിക്കും പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. വെറുതെ വീഡിയോ കണ്ടിട്ട് എക്സ്പെക്ടേഷനിലായിട്ട് പോകണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.